بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الله عز وجل في كتابه الكريم: اهدنا الصراط المستقيم. اهدنا ഞങ്ങളെ നേർവഴി നടത്തണേ. അസ്സിറാത്ത് പാതയിലേക്ക്, അൽ മുസ്തഖീം നേരായ പാതയിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. قوله تعالى: اهدنا الصراط المستقيم. الصراط فيه قراءتان. صراط എന്നതിൽ രണ്ട് തരം പാരായണമുണ്ട്: ബിസ്സിനി ബിസ്സിറാത്ത് വസ്സിറാത്ത്. സിറാത്ത് എന്നും സിറാത്ത് എന്നും പാരായണമുണ്ട്, സാദ് കൊണ്ടും സീന് കൊണ്ടും. വൽമുറാദു ബിസ്സിറാത്തി അത്വരീഖ്. സിറാത്ത് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത്വരീഖ്, വഴിയാണ്. വൽമുറാദു ബിൽ ഹിദായത്തി. ഇഹ്ദിന എന്ന് പറഞ്ഞ ആ ഹിദായത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹിദായത്തുൽ ഇർഷാദി വ ഹിദായത്തു തൗഫീഖ്. ഹിദായ കൊണ്ട് രണ്ട് ഉദ്ദേശവും ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് ഹിദായത്തുൽ ഇർഷാദ് വ ഹിദായത്തു തൗഫീഖ്. ഹിദായത്തു അൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കൽ, ചൂണ്ടി കാണിച്ചു കൊടുക്കും, ഇതാ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അതാണ് ഇർഷാദ് ചെയ്യാന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? തൗഫീഖ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ അതിൽ ശരി ഏതാണോ അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് മാത്രം നൽകുന്നതാണ്. നമ്മൾ അല്ലാഹുവിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത് രണ്ടുമാണ്. എനിക്ക് വഴി കാണിച്ചു തരികയും വേണം, ആ വഴിയിലൂടെ എന്നെ നടത്തുകയും വേണം. فأنت بقولك تسأل الله تعالى علما نافعا وعملا صالحا. അപ്പം നീ അള്ളാഹുവിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. വഅമലൻ സാലിഹ, അതുപോലെ സൽപ്രവർത്തനങ്ങൾ ചെയ്യലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അറിവ് വേണം, അറിവിനനുസരിച്ചുള്ള പ്രവർത്തനവും വേണം. അത് രണ്ടുമാണ് നീ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ചോദ്യത്തിലൂടെ ചെയ്യുന്നത്. വൽ മുസ്തഖീം, മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ അല്ലദീ ലാ ഇജാജ ഫീഹി, അതിലൊരു വളവും ഇല്ലാത്തതാണ്. മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു വളവും ഇല്ലാത്തത്. അൽ ഫവായിദ്, ഇതിലുള്ള ഈ ആയത്തിലുള്ള ഉപകാരങ്ങൾ. മിൻ ഫവായിദിൽ ആയത്തി ലുജൂഉൽ ഇൻസാനി ഇലല്ലാഹി അസ്സ വജല്ല ബഅദ ഇസ്തിആനതിഹി ബിഹി അലൽ ഇബാദതി അൻ യഹ്ദിയഹു സിറാത്തൽ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൊട്ട് മുമ്പ് എന്താ ചെയ്തത്? സഹായം ചോദിച്ചു. അല്ലാഹുവേ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ആ ഇബാദത്തിന് വേണ്ടി സഹായം ചോദിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ചോദിക്കുന്നത് നേരായ വഴിയിലൂടെ ഞങ്ങൾ നടത്തണമേ എന്നാണ്. ലഅന്നഹു ലാ ബുദ്ദ ഫിൽ ഇബാദത്തി മിൻ ഇഖ്ലാസ്. എന്തുകൊണ്ടെന്നാൽ ഇബാദത്തിൽ എന്ത് വേണം? ഇഖ്ലാസ് വേണം. ഒന്നാമത് എന്താ വേണ്ടത്? ഇഖ്ലാസ്. അതാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതെന്താണ്? ഇഖ്ലാസാണ്. വ ഇയ്യാക നസ്തഈൻ, അതെന്താണ്? ഇസ്തിആന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ നിന്റെ സഹായം വേണം, അതും ചോദിച്ചു. മൂന്നാമത് വമൻ ഇത്തിബാഇൻ ലിശ്ശരീഅ, അതുപോലെ തന്നെ ശരീഅത്ത്, അള്ളാഹിന്റെ ദീൻ അനുസരിച്ചായിരിക്കണം അത് ചെയ്യേണ്ടത്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ചെയ്യല, അല്ല, ശരീഅത്ത് അനുസരിച്ചായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചോദിക്കുന്നു. യദുല്ലു അലൈഹി ഖൗലുഹു തആല, അതിനെ തെളിയിക്കുന്നതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ പാതയിലാക്കണമേ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നവരിലല്ല, മറിച്ച് ശരിയായത് ചെയ്യുന്നവരിൽ
ഞങ്ങളെ ആക്കണമേ എന്നാണ് ചോദിക്കുന്നത്. لأن الصراط المستقيم هو الشريعة التي جاء بها الرسول صلى الله عليه وسلم. എന്തുകൊണ്ടെന്നാൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ മതനിയമങ്ങൾ, ഇസ്ലാം. വേറൊരു ഹദീസിൽ നമ്മൾ വായിച്ചു വസ്സിറാത്തു അൽ ഇസ്ലാം. സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമാണ്. അതുപോലെ ഈ ആയത്തിൽ അതിൻ്റെ ഫായിദയിൽപ്പെട്ടതാണ് ഖുർആനിൻ്റെ ഭാഷാപരമായ ഉന്നതി, ബലാഗത്തുൽ ഖുർആൻ. ഹൈതു ഹദഫ ഹർഫൽ ജർരി മിൻ ഇഹ്ദിന. ഇഹ്ദിന എന്ന് പറഞ്ഞതിൽ നിന്നും ഹർഫുൽ ജർറിനെ ഡിലീറ്റ് ചെയ്തു. ഇഹ്ദിന ഇലാ അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നിടത്ത് ഇല എന്നത് കളഞ്ഞിട്ടുണ്ട്. ഇഹ്ദിന അസ്സിറാത്തുൽ മുസ്തഖീം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നുള്ള ഉപകാരം എന്തെന്നാൽ لأجل أن تتضمن طلب الهداية التي هي هداية العلم وهداية التوفيق. ഹിദായത്തുൽ ഇൽമും, അതായത് കാണിച്ചു തരലും അതിലൂടെ നടത്തലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇഹ്ദീനി ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ പാതയിലേക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതെന്തേ ആവുള്ളൂ, അതിലെ ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന രൂപത്തിൽ അറിവ് മാത്രമേ തരികയുള്ളൂ. എന്നാൽ അടുത്തത് എന്താണ്? തൗഫീഖും കൂടെ വേണം. അറിവ് കിട്ടിയാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? അത് ചെയ്യാൻ, അതനുസരിച്ച് പോകാൻ തൗഫീഖ് വേണം. അതും കൂടെ ഈ ഒരു അർത്ഥത്തിൽ ഇല എന്നത് കളയുന്നതിലൂടെ കിട്ടും. لأن الهداية تنقسم إلى قسمين: هداية علم وإرشاد وهداية توفيق وعمل. ഹിദായത്ത് എന്നത് രണ്ട് ഇനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അറിവിൻ്റെയും അതുപോലെ തന്നെ വഴി കാണിക്കലിൻ്റെയും ഹിദായത്ത്. അതുപോലെ തന്നെ മറ്റൊരു ഹിദായത്തിൻ്റെ ഇനം എന്താണ്? അമലിൻ്റെ, തൗഫീഖിൻ്റെ. അതായത് ഇത് അമൽ ചെയ്യലും ഈ അറിഞ്ഞത് വെച്ച് പ്രവർത്തിക്കലും അതനുസരിച്ച് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടലും. ഫൽഊല ലൈസ ഫിഹാ ഇല്ലാ മുജറദു ദിലാല. ഒന്നാമത്തേൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ. വല്ലാഹു അസ്സ വജല്ല ഖദ് ഹദാ ബിഹാദൽ മഅന ജമീഅൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കാണിച്ചു തരിക എന്ന അടിസ്ഥാനത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഹിദായത്തിലായിട്ടുണ്ട്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കമാ ഫീ ഖൗലിഹി തആല ശഹറു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. ഷഹറു റമദാൻ, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അതിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. എന്തിനു വേണ്ടി? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്തായിക്കൊണ്ട്. അതെന്താണ്? ജനങ്ങൾക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ ഒക്കെ ഖുർആൻ അള്ളാഹു ഇറക്കി. അതൊരു ഹിദായത്താണ്. ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക, ഇത് സത്യമാണ്, ഇങ്ങനെയാണ് കാര്യം, ശരി, ഇതാണ് ഹിദായത്തു അൽ ഇൽം വൽ ഇർഷാദ്, അറിയിക്കുക. രണ്ടാമത്തത് എന്താണ്? വസാനിയത്തു ഹിയ തൗഫീഖു ലിൽ ഹിദാ വത്തിബാഇ ശരീഅ. രണ്ടാമത്തെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് സന്മാർഗമനുസരിച്ച് പോകാനുള്ള തൗഫീഖ് കിട്ടലാണ്. ശരീഅത്തിനെ, മതനിയമങ്ങളെ അനുസരിക്കാനുള്ള തൗഫീഖ് കിട്ടലാണ്. കമാ ഫീ ഖൗലിഹി തആല ദാലികൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലികൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിലൊരു സംശയവുമില്ല, ഹുദൻ ലിൽ മുത്തഖീൻ. ഈ കിതാബ് ആർക്കാണ് ഹുദയായിട്ടുള്ളത്? മുത്തഖീങ്ങൾക്കാണ്. അതേതാണ് ആ ഹുദ? ഇത് പ്രവർത്തിക്കാനുള്ള തൗഫീഖാണ്. നേരത്തെ എന്താണ്? കാണിച്ചു കൊടുക്കലാണ്, ഇതാണ് ശരി. ഈ ശരിയനുസരിച്ച് പ്രവർത്തിക്കുന്നവരാരാണ്? മുത്തഖീങ്ങളാണ്. അവർക്കാണ് തൗഫീഖ് കിട്ടിയത്. വഹാദിഹി ഖദ് യഹ്റമുഹാ ബഅദുൻ നാസ്, ഇത് ചില ആളുകൾക്ക് ലഭിക്കുകയില്ല. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഫഅമ്മാ സമൂദ്, എന്നാൽ സമൂദ് ഗോത്രം, ഫഹദൈനാഹും, അവർക്ക് നാം ഹിദായത്ത് നൽകി, അതായത് കാണിച്ചു കൊടുത്തു, ഇതൊക്കെയാണ് ശരിയെന്ന് കാണിച്ചു കൊടുത്തു. ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ, പക്ഷെ അവർ അന്ധതയാണ് സന്മാർഗത്തെക്കാൾ ഇഷ്ടപ്പെട്ടത്. അവർ അന്ധതയെ ഇഷ്ടപ്പെട്ടു. സന്മാർഗം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെന്ത് ചെയ്തു? അവർ അന്ധതയാണ് ഇഷ്ടപ്പെട്ടത്. ഫഹദൈനാഹും ഐ ബയ്യന്നാ ലഹുമുൽ ഹഖ്. ഹദൈനാഹും എന്ന് പറഞ്ഞാൽ അവർക്ക് നാം സത്യം കാണിച്ചു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ വദല്ലൽനാഹും അലൈഹി വലാകിന്നഹും ലം യുവഫഖൂ, അവർക്ക് നാം എല്ലാം വിശദീകരിച്ചു കൊടുത്തു, പക്ഷേ അവർക്കതിന് തൗഫീഖ് ഉണ്ടായില്ല. അതുപോലെ ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഉപകാരമാണ് അവസാനത്തെ കാര്യം ഷെയ്ഖ് പറയുകയാണ്,
അന്ന സിറാത്ത യൻഖസിമു ഇലാ ഖിസ്മൈൻ, സിറാത്ത് എന്നത് രണ്ട് വിധമാണ്. ഒന്ന് മുസ്തഖീമുൻ വ മുഅവജ്, ഒന്ന് നേരെ ചൊവ്വായ പാത, മറ്റത് മുഅവജ് വളഞ്ഞ പാത. ഫമാ കാന മുവാഫിഖൻ ലിൽ ഹഖ് ഫഹുവ മുസ്തഖീം, സത്യത്തോട് യോജിച്ചത് അതാണെന്ത് ഏറ്റവും നേരായ പാത. كما قال تعالى الله سبحانه وتعالى وأن هذا صراطي مستقيما فاتبعوه, തീർച്ചയായും ഇതാകുന്നു എൻ്റെ നേരായ പാത, അതിനെ നിങ്ങൾ പിന്തുടരുക. വമാ കാന മുഖാലിഫൻ ഫഹുവ മുഅവജ്, എന്താണോ സത്യത്തോട് എതിരിട്ടുന്നത് അത് വളഞ്ഞ പാതയാണ്. ഇലാ ഹുനാ വല്ലാഹു തആല അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.